വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ ഇതേപോലത്തെ പഴയ നോട്ട്ബുക്സ് ഒക്കെ കാണും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കിന്നൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നോട്ട്ബുക്കിൽ പേജ് കീറിയിട്ട് ഒന്ന് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സ്റ്റിക്ക് പോലെ കിട്ടും. ഇങ്ങനെ 1-2 സ്റ്റിക്ക് ഒന്നും പോരാ, അത്യാവശ്യം കുറച്ചെണ്ണം നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കി എടുക്കണം. ഇനിയിപ്പോ അടുത്ത പരിപാടി ഈ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കിന്റെ ഒക്കെ മുകളിലൂടെ ബ്ലാക്ക് കളർ കൊടുക്കാന്നുള്ളതാണ്. സത്യം പറഞ്ഞ ഈ ഒരു പെയിന്റ് അടിക്കല് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ എനിക്ക് 2 ഹെൽപ്പേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചെടുത്ത ആ ഒരു സ്റ്റിക്സ് ഇതേപോലെ സെയിം ഹൈറ്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്സിനൊക്കെ ഇതേപോലെ ഒട്ടിച്ചും കൂടെ കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ഫ്രെയിമിന്റെ രൂപത്തിൽ കിട്ടും. അപ്പൊ നമ്മളുടെ സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ കുറെ ഷേപ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഓർഗനൈസർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച ആ സ്റ്റിക്സിനെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ഇതൊരു സ്റ്റാർ ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതേപോലെ അതിനൊരു ബേസോടെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ നമ്മളുടെ ഓർഗനൈസർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്കിത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്തോ ഒരു വൃത്തിക്കുറവ് പോലെ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് പറയാനായിട്ടും മറക്കണ്ട.